എനിക്ക് കേരള കോൺഗ്രസിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരെന്നെ സ്വീകരിക്കും. പിന്നെ ബി ജെ പിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരെന്നെ സ്വീകരിക്കും. CPM പോകണമെന്നുണ്ടെങ്കിൽ അവരും എന്നെ സ്വീകരിക്കും. അങ്ങനെ ഒരു സംശയവുമില്ല. ശിവകുമാറല്ലേ ഈ ജില്ലയിലെ കോൺഗ്രസിനെ മുഴുവൻ നശിപ്പിച്ചത്. കോൺഗ്രസിന്റെ എത്രയോ സ്ഥാനാർത്ഥികളെ സ്ഥിരമായി പാല വെച്ച് തോൽപ്പിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹം പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിച്ചത് ശിവകുമാറാണ്. ഞാൻ ഏതെങ്കിലും ഒരു സീറ്റ് എനിക്ക് തരണമെന്ന് പറയും. കാട്ടക്കടയോ പാറശാലയോ ഏതെങ്കിലും. നിയമം ചോദിച്ചില്ല. കേരളത്തിൽ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥിക്ക് ജയിക്കാൻ കഴിയില്ല എന്ന് അറിയാമല്ലോ. അതെ അതുകൊണ്ടാണ് പ്രത്യേകിച്ചും അതർ കമ്മ്യൂണിറ്റി വെറുതെ നായർ മേധാവിത്വമുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്നാണ്. എനിക്കങ്ങനെ ആരോടും എതിർപ്പില്ല. പക്ഷെ സത്യം എന്താണെന്ന് പറയാൻ തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ഒരു മേജർ വിഭാഗം എന്ന് പറയുന്നത് നാടാർ കമ്മ്യൂണിറ്റിയാണ്. ആ നാടാർ കമ്മ്യൂണിറ്റിക്ക് ഒരു 60,000-ലധികം നാടാർ കമ്മ്യൂണിറ്റി വരുന്നതിന് പാറശാല അൻസൈദ റസാൽ മത്സരിച്ച മണ്ഡലം. അവിടെ ഒരു 25,000-ൽ മേളില് തിരിച്ച് ഹരീന്ദ്രൻ നായർ വോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു നാടാർ കമ്മ്യൂണിറ്റി അനുസരിച്ച് വോട്ട് ചെയ്യണമെന്ന് നിർബന്ധമല്ലോ. അല്ല അത് സാർ അത് പറഞ്ഞുണ്ട്. ഞാൻ പറയുന്നത് നാടാർ കമ്മ്യൂണിറ്റി ഇങ്ങനെ വന്ന് നാടാർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഞാൻ മേജർ ഇങ്ങനെ പറഞ്ഞത് മൊത്തത്തിലാണ് പറഞ്ഞത്. അല്ലാതെ ഒരു വ്യക്തിയുടെ കാര്യമല്ല. ഏതെങ്കിലും ഒരു നാടാരെ എടുത്ത് നിർത്തിയ ഉടനെ നാടാര് മുഴുവൻ വോട്ട് ചെയ്യുമെന്നുള്ള ധാരണയൊന്നും വേണ്ട. അവരെ മാറ്റി നിർത്തുമ്പോൾ ആ സമുദായത്തിലുള്ളവരുൾപ്പെടെ മറ്റു സമുദായത്തിലുള്ളവരൊക്കെ എതിർത്തൊന്ന് വരാം. ഇവിടെ ഇത്തവണ കോൺഗ്രസിന് തിരുവനന്തപുരം ജില്ലയിൽ സംഭവിച്ച ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് താഴെത്തട്ടിൽ പാർട്ടി ഇല്ലാത്തതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇവിടുത്തെ സീനിയർ നേതാക്കന്മാരെ ഒന്നടങ്കം മാറ്റി നിർത്തി. ഞാൻ പറഞ്ഞത് നേതാക്കന്മാർക്ക് താല്പര്യമുള്ളവരെ എന്ന് പറയാൻ ഒന്നുകൂടി പറഞ്ഞ സ്വന്തം കോഴികളെ അവര് നിർത്താൻ. അപ്പൊ ഒന്ന് തെരഞ്ഞെടുപ്പിൽ നടത്തുമ്പോൾ തീരുമാനിക്കേണ്ടത് അവിടുത്തെ ജനങ്ങൾക്ക് ആ സ്ഥാനാർത്ഥിയെ സ്വീകാര്യമാണോ, ഇതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ പാലോട് രവി പുള്ളിയെ നെടുമങ്ങാട് വാമനാപുരമാണ് പുള്ളി ചോദിച്ചിരുന്നത്. നെടുമങ്ങാടോ വാമനാപുരോ പുള്ളിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. രണ്ടിൽ ഏതെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞു. പുള്ളിക്ക് കൊടുത്തില്ല. പക്ഷെ എത്രയോ വർഷമായി പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ദീർഘകാല MLA ആയിരുന്ന ഒരാളിനെ മാറ്റുമ്പോ ഒന്ന് പുള്ളിയെ വിളിച്ച് ഇത്തവണ സീറ്റ് തരാൻ പറ്റില്ല, നമുക്ക് ആ സീറ്റിൽ കുറെ ചെറുപ്പക്കാരെ അല്ലെങ്കിൽ പൊതുമുഖങ്ങളെ നടത്തണം, ആരെ നിർത്തിയാൽ ജയിക്കും എന്നൊരു വാക്ക് ചോദിക്കണ്ടേ? അത് പാർട്ടി ചോദിച്ചിട്ടുണ്ടോ? അത് ചെയ്യില്ലല്ലേ സാർ. അങ്ങനെ ചോദിച്ചു. അല്ല, അത് രണ്ടാമത്തെ കാര്യം. അപ്പൊ അവർക്കെതിരെ ചെറിയ പരാതികൾ വന്നിട്ടുണ്ട്. ഇനിയും ബാക്കി കാര്യങ്ങളും കൂടെ വരികയും ബാക്കി പരാതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ വന്നിട്ട് പാർട്ടി ചർച്ച ചെയ്ത് ഇവർക്കെതിരെ നടപടി എടുക്കുമെന്നുള്ള ഒരു അറിവ് കിട്ടിയിരുന്നു. അത് ശരിയാണോ? പാർട്ടി നടപടി കാത്തിരിക്കുകയാണ് ഞാൻ. പുതിയ പാർട്ടിയിലേക്ക് CPM പോകാനാണോ? അതോ അങ്ങനെയൊന്നും പറയരുത്. അല്ല, പാർട്ടി നടപടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു പാർട്ടി പുറത്താക്കിയ താങ്കൾ വീണ്ടും താങ്കളുടെ തട്ടകമായ കേരള കോൺഗ്രസിലേക്ക് പോയി അതുവഴി ഇടതുപക്ഷത്തിലേക്ക് കയറേണ്ട ഒരു ഇതിലേക്ക് വരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് ഇടതുപക്ഷത്ത് എനിക്ക് കേരള കോൺഗ്രസിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരെന്നെ സ്വീകരിക്കും. പിന്നെ ബി ജെ പിയിൽ പോകണമെന്നുണ്ടെങ്കിൽ അവരെന്നെ സ്വീകരിക്കും. CPM പോകണമെന്നുണ്ടെങ്കിൽ അവരും എന്നെ സ്വീകരിക്കും. അങ്ങനെ ഒരു സംശയവുമില്ല.